അപ്പൊ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നോക്കിയാലാ, ഇതിന്റെ അച്ചാറൊക്കെ പോണ വഴി കണ്ട അവിടെ അടങ്ങിക്ക്. ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നതിലും കഷ്ടമാണ് ഇവിടെ കയറി നിൽക്കുന്നു. അവിടെ ഇട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, അല്ലെങ്കിൽ വണ്ണം ഉള്ളവർക്കറിയാം, ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബിരിയാണിയാ. ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴത്തേക്കും ആദ്യം ചിന്ത വരുന്നത് ഇനി ബിരിയാണി കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളതാണ് അല്ലേ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്കും ചോദ്യം വരുന്നൊരു കാര്യമാണ്, നീ ഡയറ്റിലല്ലേ എന്നിട്ട് ബിരിയാണി കഴിക്കുന്ന, എന്തുകൊണ്ട് കഴിച്ചൂടാ? ഞാൻ ഇന്ന് വരാം, ഈ 2 വർഷമായി ഡയറ്റ് തുടങ്ങിയിട്ട് ഞാനൊരു ഫങ്ഷനും കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു പരിപാടിക്ക് കൂടാതെ ഇരുന്നിട്ടില്ല. ഞാൻ എല്ലാ പരിപാടിക്കും കൂടും, എല്ലാം കഴിക്കുകയും ചെയ്യും. മധുരമാണ് ഞാൻ ഒഴിവാക്കുന്നൊരു സാധനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡയറ്റിനെ കൊണ്ടുവരുമ്പോഴത്തേക്കുമാണ് ഡയറ്റ് നമുക്ക് ഒരു മടുപ്പില്ലാതെ കൊണ്ടുപോകാൻ പറ്റുന്നത്. സൺഡേ ആയിട്ട് ഇതേ ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഗോവിന്ദചാമിയുടെ കാര്യം പറയുന്നത്. അയാളൊരു തമിഴ് അല്ലെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തൊരു ആളെ നമ്മൾ ഭയങ്കര ഇതായിട്ട് ചിലരൊക്കെ ഒളിച്ചു നിന്നും പാത്ത് നിന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉണ്ടല്ലോ, ചില വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കയറി നോക്കിയാൽ അറിയാം, ഗോവിന്ദചാമിയേക്കാളും കഷ്ടമുള്ള ആൾക്കാരുണ്ട്. കുലുക്കൽ, ഇന്നലെ എക്സസൈസിൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്ന കമൻറ്റാ, ഇട്ട് കുലുക്കല്ലേ അല്ലേ, പിന്നെ മറ്റേ വയറൊന്ന് കാണിക്കുക, അത് ചിലർ ഒറിജിനൽ ഐ ഡി എന്നാണ് വരുന്നത്. ഇത് പിടിച്ച ആണുങ്ങൾ ഗോവിന്ദചാമിയേക്കാളും കഷ്ടമാണ്. ഒരു പെണ്ണിനെ കണ്ടാൽ എങ്ങനെ പെരുമാറണം, അല്ലെ വേറൊരു കണ്ണോട് മാത്രം കാണുന്ന ഒരു വൃത്തികെട്ട ആൾക്കാർ. അപ്പോൾ ബിരിയാണി, പിന്നെ സാലഡ്, റൈസ് കുറച്ചെടുക്കുക. ഫങ്ഷനൊക്കെ പോകുമ്പോൾ എന്ത് കഴിക്കാം? ബിരിയാണി തന്നെ കഴിക്കുക. എന്നിട്ട് റൈസ് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക. ചിക്കൻ ഒക്കെ ആണെങ്കിൽ ചിക്കൻ, അല്ലെങ്കിൽ ബീഫൊക്കെ ആണെങ്കിൽ പീസ് ഇച്ചിരി കൂടുതൽ എടുക്കുക. അതെ, സാലഡ് പലതരം. ഇങ്ങോട്ട് പോയി വീഡിയോ എടുക്കട്ടെ. തൈര് സാലഡുണ്ട് ഇവിടെ. ചിലർ തൈര് സാലഡ് കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ റാഡിഷും ഐസ്ബർഗും ഒക്കെ ചേർത്തിട്ടുള്ളൊരു സാലഡുണ്ട്. പിന്നെ ഇത് അച്ചാറ്, വായോ ചാറ്. പിന്നെ അത് ഇച്ചിരി ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമുണ്ട്. പ്രോട്ടീന് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീക്ക് യോഗട്ടും കൂടെ എടുത്തു. അപ്പം ഞാൻ തൈര് എടുത്തുകൊണ്ട് എടുത്തില്ല. അപ്പോൾ ഇതേ നമ്മുടെ അവസാന പപ്പരക്ക, അങ്ങനെ പപ്പായ അങ്ങനെ കുറച്ച് അവശേഷിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലഞ്ച് സ്പെഷ്യൽ ഇങ്ങനെ. എന്താപ്പി വായോ, അമ്മ വേണോ? ആണ്ടാ, എനിക്കതൊന്നും വേണ്ട. എന്ത് വേണം? എനിക്ക് സവാള മതിയെന്ന്. സവാളയുടെ ആളാണ് കേട്ടോ. സാലഡൊന്നും തിന്നാൻ പഠിപ്പിക്കേണ്ട, അത് തിന്നോളും. അവൻ ജനിച്ച നാളും പോലെ കാണുന്നത് അങ്ങനെയാണല്ലോ. എന്ന് വെച്ചിട്ട് അമ്മമ്മ കൂടെ തിന്നോ. അപ്പം നമ്മുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇങ്ങനെയാണ് കേട്ടോ.